بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ വിശദീകരിക്കാൻ പോകുന്ന ആയത്ത് സൂറത്ത് സുമറിൽ 22-ാമത്തെ ആയത്താണ്. അതിലെ ശറഹ സുദറിനെ കുറിച്ച് പറയുന്നത് സൂഫിയാക്കളെ സാങ്കേതിക ഭാഷയിൽ ശറഹ സുദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് വ്യക്തമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇൽമില്ലാത്ത ആളുകൾ ശറഹ സുദറിന് വേറെ അർത്ഥം കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യമായ അർത്ഥം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കൽബ് എന്നുള്ള ആത്മീയമായ അവയവത്തെ തുറക്കലാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അത് തുറക്കുന്നതോടു കൂടിയാണ് ഒരാൾ ആത്മീയതയിലേക്ക് ചുവടുവെക്കുന്നത്, ആത്മീയതയിൽ പ്രവേശിക്കുന്നത്. അതുവരെ ഭൗതികതയിൽ അവനുള്ളത് അബോധാവസ്ഥയിലാണ്. അബോധാവസ്ഥയിലായിട്ടുള്ളത് ആരാണ്? അവൻ്റെ കൽബാണ്. ബാക്കി ഭൗതികമായ അർത്ഥത്തിൽ അവൻ അബോധാവസ്ഥയിലല്ലല്ലോ. അബോധാവസ്ഥയിലായി കിടക്കുന്നത് ആരാണ്? കൽബാണ്. ഇപ്പൊ കൽബിനെ ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സ്, ആ ഒരു പ്രവൃത്തി, അതിനാണ് ശറഹ സുദർ എന്ന് പറയുന്നത്. അത് ചെയ്തു കൊടുക്കുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് കാമിലായ മശായിഖന്മാർ, അഥവാ തരീക്കത്തിൽ കാമില ഷെയ്ഖന്മാർ, ആലം മൽക്കത്തിനോട് ബന്ധമുള്ള ഷെയ്ഖന്മാർ. ആ ഷെയ്ഖന്മാരെ കുറിച്ചാണ് ഖുറാനിൽ വലിയൻ മുർഷിദ എന്നുള്ള വാചകം അല്ലാഹു തആല ഉപയോഗിച്ചത്. അവരെ കയ്യിൽ മാത്രമേ അതിന് അധികാരമുള്ളൂ. അത് അവരെ കീഴിലുള്ള മക്കാമിലുള്ളവരെ കയ്യിലോ, ഒരു മസ്താന്റെ കയ്യിലോ, ഔലിയാക്കളുടെ കയ്യിലോ, അല്ലെങ്കിൽ ഭൗതികരുടെ കയ്യിലോ, ഉസ്താദിന്റെ കയ്യിലോ, ദജ്ജാലിന്റെ കയ്യിലോ ഒന്നും ഈ താക്കത്തുണ്ടാവില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് അവൈലബിൾ അല്ലാതെ വരും. ഇസ്ലാമും കുഫറും ശൈത്താനിയത്തും മലായിക്കത്തും വേർതിരിച്ചറിയാൻ പറ്റാതെ വരും. അതിന് നമുക്കൊരു ടച്ച് സ്റ്റോൺ ആവശ്യമാണ്. അതാണ് ഈ ശറഹ സുദർ എന്നുള്ള വിഷയം. അതിനെക്കുറിച്ച് പറയുന്ന ഒരായത്താണ് ഈ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. ആരാണോ, ആരുടെ ഹൃദയത്തിനാണോ അല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി ശറഹ സുദർ ചെയ്തു കൊടുക്കുന്നത്. അഫമൻ ശറഹല്ലാഹു, അല്ലാഹു തആല ആർക്കാണോ ശറഹ സുദർ ചെയ്തു കൊടുക്കുന്നത്, ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി. ഇപ്പൊ ഇസ്ലാമിന് വേണ്ടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ശറഹ സുദറാണ്. അല്ലാതെ ആദ്യത്തെ സ്റ്റെപ്പ് ഇസ്ലാം അല്ല. ഇസ്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇസ്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആദ്യം ശറഹ സുദർ ചെയ്യണം. ശറഹ സുദർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവൻ പഠിക്കുന്നത് ഇസ്ലാം ആവുന്നുള്ളൂ. അല്ല എങ്കിൽ ഇസ്ലാം ആയി തെറ്റിദ്ധരിച്ച് അവൻ പഠിക്കുന്നത് മറ്റൊന്നായി പോകും. അത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പദത്തിൽ നിന്ന്. അപ്പോൾ ശറഹ സുദർ ചെയ്യാതെ ഏതൊരാളും ഇസ്ലാം പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സാധ്യമല്ല. അല്ലാഹുവിന്റെ വാചകമാണല്ലോ. പിന്നെ എങ്ങനെ സാധ്യമാവുന്നത്? അപ്പൊ ആരൊക്കെ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ പഠിച്ച് വെക്കുന്നത് എന്താണ്? ഇസ്ലാം അല്ലാത്ത മറ്റൊന്നാണ്. ഇപ്പൊ ശറഹ സുദർ ചെയ്യാതെ പഠിക്കുന്ന ആളുകൾ പഠിക്കുമ്പോൾ എന്തായി പോവും? ഇസ്ലാം അല്ലാത്ത മറ്റൊന്നായി പോവും. അത് ഷിയാക്കളായി പോവാം, ഷിയായിസായി പോവാം, അല്ലെങ്കിൽ വഹാബിസായി പോവാം, ഖാദിയാനിസായി പോവാം, അല്ലെങ്കിൽ സുന്നീസായി പോവാം. ഇസ്ലാം ആവൂല. കാരണം ഇസ്ലാമിൽ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്താണ്? ശറഹ സുദർ ചെയ്യണം എന്നുള്ളത് ആ കണ്ടീഷൻ. അതാണ് നമ്മൾ ആദ്യം വന്നൊക്കെ പറഞ്ഞ ഇഖ്റ ബിസ്മി റബ്ബിക. അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹു എന്നുള്ള നാമം കൊണ്ട് ശറഹ സുദർ ചെയ്യലാണ് ആദ്യം ചെയ്ത പരിപാടി ഇസ്ലാമിൽ. റസൂലുള്ളാഹിന്റെ ശറഹ സുദർ, ഖുർആന്റെ തുടക്കം, ഇസ്ലാമിന്റെ തുടക്കം. അത് ചെയ്തത് കൊണ്ടാണ് ഇസ്ലാമായത്. റസൂലുള്ളാഹി ഇസ്ലാം പഠിപ്പിച്ചത്. ഉമ്മത്ത് ഓരോരുത്തരും പഠിക്കേണ്ടതും ഇത് തന്നെയാണ്. പഠിപ്പിക്കുന്നവന് ശറഹ സുദർ കഴിഞ്ഞവനാണ്. അതേപോലെ പഠിക്കേണ്ടവന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ശറഹ സുദർ ചെയ്തേ മതിയാവും. അല്ലാതെ പഠിക്കാൻ സാധ്യമല്ല. കാരണം അവന്റെ ബ്രെയിനിൽ യഥാർത്ഥമായ ബുദ്ധിയും ചിന്തയും ഉണരണമെങ്കിൽ ശറഹ സുദർ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫഹുവ, അവൻ, അലാ നൂരി മിൻ റബ്ബിഹി, അവന്റെ റബ്ബിൽ നിന്നുള്ള പ്രകാശത്തിലാണ്, നൂറിലാണ്. ശറഹ സുദർ ചെയ്തുകൊണ്ട് ഇസ്ലാം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ നൂറുണ്ട്. ഇത് വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ആയത്താണിത്. ഇതിലൊരു അവ്യക്തതയുമില്ല, വളരെ വ്യക്തമാണ് കാര്യം. നമ്മൾ പറഞ്ഞ് കൽബിലേക്ക് കയറേണ്ടത് എന്താണ്? നൂറാണ്. എന്തിന്റെ നൂറ്? അള്ളാഹു എന്നുള്ള നാമത്തിന്റെ നൂറ്. അള്ളാഹുവിന്റെ ദാത്തിയായ നൂറുണ്ട്, അതേപോലെ തന്നെ അവന്റെ നാമത്തിലും നൂറുണ്ട്. എന്നാൽ മൂമിനായ മനുഷ്യന്റെ കൽബിലേക്ക് കയറുന്നത് ഇസ്മിന്റെ നൂറാണ്, ഇസ്മുദ്ദാത്തിന്റെ നൂറാണ്. അള്ളാഹു എന്നുള്ള നാമത്തിന്റെ നൂറാണ്. ആ ഇസ്മുദ്ദാത്താണ് എന്ത്? അള്ളാഹു. ആ അള്ളാഹു എന്ന നാമമാണ് ആകാശഭൂമികളുടെ പ്രകാശം. അള്ളാഹു നൂറു സമാവാതി വൽ അർള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തല്ല, അള്ളാഹു എന്നുള്ള നാമം അത് ആകാശഭൂമികളുടെ പ്രകാശമാണ്. ആകാശവും ഭൂമിയും പ്രകാശിപ്പിക്കാൻ ഉതകുമാറ് കഴിവുള്ള ഈ നാമത്തിന് ഒരു മനുഷ്യന്റെ കൽബിനെ പ്രകാശിപ്പിക്കാൻ കഴിവില്ലയോ? ഉണ്ടാവണല്ലോ. അതാണ് പറയുന്നത് ഫഹുവ അലാ നൂരി മിൻ റബ്ബിഹി, അള്ളാഹുവിൽ നിന്നുള്ള നൂറ്, അള്ളാഹുവിൽ നിന്നുള്ള നാമമാണ് അള്ളാഹു എന്നുള്ള നാമം.
ആ നാമത്തിന്റെ നൂറ്, ആ നൂറ് അവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം പ്രവേശിക്കുന്നുണ്ട്. ഇനിയും മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈമാൻ പ്രവേശിക്കുന്നുണ്ട്. എല്ലാം പര്യായപദങ്ങളാണ്. നൂറാണെങ്കിലും ഈമാനാണെങ്കിലും അള്ളാഹുവിന്റെ നാമാണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇത്തരക്കാര ഇസ്ലാമിന്റെ പഠിപ്പ്, ഇസ്ലാമിന്റെ അധ്യാപനം എന്താവും? കറക്റ്റാവും, തെറ്റില്ല. ഇത് യഥാർത്ഥ വിധിയിൽ യഥാർത്ഥ രീതിയിൽ അവൻ പഠിച്ചു തീർക്കും. അവൻ ഇസ്ലാം മനസ്സിലാക്കിയവനാവും. എന്നാൽ അവൻ മനസ്സിലാക്കിയ ഇസ്ലാം മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂല. പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കത് ബോധ്യപ്പെടൂല. കാരണം അവരുടെ ഉള്ളിൽ നൂറില്ല, ഇവന്റെ ഉള്ളിൽ നൂറുണ്ട്. പിന്നെ അവരുടെ ഉള്ളിൽ ഇസ്ലാം കയറ്റണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അവർക്കും ഷറഹസോദ് ചെയ്ത് കൊടുക്കണം. ഷറഹസോദ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ അധ്യാപകനാണെങ്കിൽ നമ്മൾ ആൾറെഡി എന്താവണം? ഷറഹസോദ് ചെയ്തവനാവണം. ചെയ്ത ഒരാൾക്ക് മറ്റുള്ളവർക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇസ്ലാം നേരിട്ട് പഠിപ്പിക്കാൻ സാധിക്കൂല. അതിനാദ്യം അവന്റെ കൽബ് ഉണർത്തി അള്ളാഹുവിന്റെ നൂറിലാക്കി തീർക്കണം. എങ്കിലേ അവന്റെ ഹൃദയം സ്വീകരിക്കുള്ളൂ യഥാർത്ഥ നൂറ്. ഇസ്ലാം മൊത്തം നൂറാണ്. ഇസ്ലാമിന്റെ മൊത്തം കാര്യങ്ങളും നൂറാണ്. ഖുർആൻ നൂറാണ്, നിസ്കാരം നൂറാണ്, നോമ്പ് നൂറാണ്. ആ നൂറൊക്കെ കയറണമെങ്കിൽ ഈ നൂറ് ആദ്യം കയറണം. ഏത് നൂറ്? ഇസ്മുദ്ദാത്തിന്റെ നൂറ്. ആ നൂറ് കയറാത്തവന് ഈ നൂറിനൊന്നും അർഹരല്ല. അതൊക്കെ എന്തായി പോവും? പാഴായി പോവും. ഖുറാന്റെ ഉള്ളിലും നൂറുണ്ട്. അപ്പോൾ ഒരാൾ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ 100 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ 100 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യുന്നില്ല? സംഭരിക്കപ്പെടുന്നില്ല. അവന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, വേസ്റ്റായി പോവാണ്. അതേപോലെ തന്നെ ദിക്ർ ചെല്ലുമ്പോൾ 100 ഉണ്ടാവുന്നുണ്ട്. അതേപോലെ പല ഇബാദത്തുകളും ചെയ്യുമ്പോൾ 100 ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവന്റെ കൽബിലേക്ക് കയറൂല, അത് പുറത്തേക്ക് ഒഴുകും, വേസ്റ്റായി പോകും. പക്ഷെ ഈ ഹഖീഖത്തിനെ കുറിച്ചൊന്നും സാധാരണക്കാർ അറിയുന്നില്ല. അപ്പോൾ ഒരു പള്ളിയിൽ ഒരു 10 ആള്, 100 ആള്, 1000 ആള് കൂടുന്ന സമയത്ത് അവരെല്ലാം ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് 100 ഉണ്ടാവുന്നുണ്ട്. പക്ഷെ 100ഒക്കെ എന്തായി പോവാണ്? വേസ്റ്റായി പുറത്തേക്ക് ഒഴുകി പോവാണ്. ഒരാളെ കൽബിലേക്ക് ഇത് കയറുന്നില്ല. അങ്ങനെ വേസ്റ്റായി പോകുന്നത് കാണാൻ സാധിക്കുന്ന മഹാന്മാരുണ്ട്. അവർ ഈ വേസ്റ്റായി പോകുന്ന 100 എന്ത് ചെയ്യും? പൊറുക്കിയെടുത്ത് സ്വന്തമാക്കാൻ വേണ്ടിക്കൊണ്ട് അവര് അതിനായി നടക്കുന്നുണ്ട്. ഇത്തരം ഒരു ഗ്രൂപ്പ് ഔലിയാക്കളും അള്ളാന്റെ ഔലിയാക്കളെ കൂട്ടത്തിലുണ്ട്. അവർക്കാണ് എന്ത് പറയുന്നത്? നുക്കബാക്കൾ എന്ന് പറയുന്നത്. നുക്കബാക്കൾ എന്നുള്ള ഔലിയാക്കളെ ഡ്യൂട്ടി അതാണ്. ഓരോ പള്ളിയിലും പോയിക്കൊണ്ട് ഇത്തരം ആളുകൾ ഉണ്ടാക്കുന്ന 100 സംഭരിക്കല്. കാരണം എന്തായാലും വേസ്റ്റായി പോവാണ്. പിന്നെ വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വെച്ച് അവരത് സംഭരിച്ചു വെക്കും അവരെ കൽബിലേക്ക്. റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത ഔദാര്യം ഈ ഔദാര്യാണ്. റസൂലുള്ളാഹിനോട് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, അലം നശ്റഹ് ലക സദ്റക, താങ്കൾക്ക് ഞാൻ ശറഹ് ചെയ്ത് തന്നില്ലയോ? അത് അല്ലാഹു ചെയ്തു കൊടുക്കാണ്, ആവശ്യപ്പെടാതെ തന്നെ ചെയ്തു കൊടുക്കാണ്. മൂസാ നബി അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ് അല്ലാഹു തആലയോട്. എന്ത്? റബ്ബി ഇശ്റഹ് ലി സദ്രി എന്നുള്ളത്, എന്റെ ശറഹ് എനിക്ക് ചെയ്തു തരണമെന്ന് പറയുകയാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്കും ഇത് അന്വേഷിക്കൽ ആവശ്യമാണ്, കണ്ടുപിടിക്കൽ ആവശ്യമാണ്. എന്നിട്ട് ഈ ഒരു വിഷയം ചെയ്തതിന് ശേഷമാണ് ഇസ്ലാം പഠിക്കാൻ ശ്രമിക്കേണ്ടത്. അതിനു മുമ്പ് അവന് ഇസ്ലാമും ഇല്ല, ഈമാനും ഇല്ല, ഒന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് കയറാതെ എങ്ങനെയാണ് ഇത് അവന് സാധ്യമാവുന്നത്? ഭൗതികമായ കാര്യങ്ങളിൽ പോലും ഇങ്ങനെയല്ല നിയമം. ആരെങ്കിലും ഒരാളെ 10ാം ക്ലാസ് ചെന്ന് ആരെങ്കിലും ഇരുത്താറുണ്ട്. 1ാം ക്ലാസ് പഠിച്ചിട്ടില്ല, 5ാം ക്ലാസ് പഠിച്ചിട്ടില്ല. ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാതെ എങ്ങനെയാണ് 10ാം ക്ലാസ് കൊണ്ടിരുത്തല്? അതിനു മുമ്പുള്ള ക്ലാസ്സുകളിലുള്ള ഡിപ്ലോമ, ഡിഗ്രി അവന്റെ കൈവശം വെച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴേ അവർ ഇതിന് അർഹനാവുന്നുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും സ്വീകരിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിലേക്ക് ഇരിക്കാൻ അവനെ അർഹത ഉണ്ടാവുന്നുള്ളൂ. എല്ലാത്തിലും ഇതാ നിയമം. പക്ഷെ ദീനിന്റെ വിഷയം വരുമ്പോൾ നമ്മളിതൊക്കെ മറക്കുകയാണ്. അപ്പോൾ ഒരാള് ശറഹ് വഴി പ്രവേശിച്ചു പോകുന്നത് ദീൻ ഇസ്ലാമിലേക്കാണ്. അവൻ അള്ളാഹുവിന്റെ നൂറിലാണ്, അള്ളാഹുവിൽ നിന്നുള്ള നൂറിലാണ്. അല്ലാത്തവരെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള നൂറിലല്ല, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഈമാനിലല്ല, അല്ലെങ്കിൽ അള്ളാഹുവിലല്ല. അപ്പോൾ ഷിയാക്കളോ സുന്നികളോ അല്ലെങ്കിൽ മറ്റേതൊരു ഫിർഖവാരിതാവട്ടെ, അവരൊന്നും അള്ളാഹുവിന്റെ നൂറിലല്ല. അവര് പടച്ചുണ്ടാക്കിയ ഒരു ദീനിലാണ് അവര്. അള്ളാഹുവിന്റെ പക്കലല്ല, ഇസ്ലാമല്ല. ഉമ്മത്തിന്റെ പ്രത്യേകത ഈ നൂറാണ്. ഈ നൂറ് വെച്ചുകൊണ്ടാണ് നാളെ ഉമ്മത്തിന് തിരിച്ചറിയപ്പെടാൻ പോകുന്നത്. ഈ നൂറില്ലാത്തവന് ഉമ്മത്തിൽ പെടുന്നില്ല. ഈ വിഷയത്തെ കുറിച്ചിട്ട് അടുത്ത വാക്യം എന്താ പറയുന്നത്? ഫവൈലും ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹി, ഫവൈലും ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹി, ഫവൈലും നാശമാണ്, ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹി. അള്ളാഹുവിന്റെ ഈ നാമം കൽബിലേക്ക് പ്രവേശിക്കുന്നതിനെ തൊട്ട് കടുത്തുപോയ ഹൃദയങ്ങൾക്ക് നാശാന്നുള്ളത്. ഇപ്പൊ എല്ലാ കൽബും ഇത് സ്വീകരിക്കൂല. അള്ളാഹുവിന്റെ നാമം ഈ വിഷയം പറയുമ്പോൾ തന്നെ ചിലരെന്താവും? ഹാലളവും. അവരിത് സ്വീകരിക്കാൻ തയ്യാറാവില്ല. ചില ആളുകൾ സ്വീകരിക്കും, എന്നാൽ അത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. ചില ആളുകൾ വിശ്വസിച്ച് മുന്നേറി കഴിഞ്ഞാലും അത് പരിശ്രമിച്ചാലും അവർക്ക് സാധ്യമാവില്ല. കാരണം ഇത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ആലമുൽ അർവാഹിൽ വെച്ച് മുഅ്മിനീങ്ങളെ പട്ടികയിലേക്ക് പേര് ചേർക്കപ്പെട്ടവർക്ക് അത് അവകാശപ്പെട്ടതാണ്. അങ്ങനെ പേര് ചേർക്കപ്പെടാത്ത ഒരാള് പരിശ്രമിച്ചാൽ പോലും സാധ്യമാവാത്ത വിഷയമാണിത്. കാരണം അവൻ ആരല്ല? മൂമിനല്ല. മൂമിനല്ലാത്തവന്റെ ഖൽബിലേക്ക് ഇത് കയറൂല. ഒരു ഷെയ്ഖിൽ നിന്നും ദിക്ർ സ്വീകരിച്ചുകൊണ്ട്
ഇതിന് പരിശ്രമിക്കുന്ന സമയത്ത് ഷെയ്ഖല്ല മുരീദല്ല അറിയുന്നത്, അള്ളാഹു അറിയുന്നുണ്ട് ഈ വിഷയം. അള്ളാഹുവിന്റെ പക്കല് ഇതിന് വ്യക്തമായ രേഖ ഉണ്ട്. അള്ളാഹു താല ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്ന് ഇത് ചെയ്തു കൊടുക്കുന്ന സമയം മാത്രമേ ഇതിലേക്ക് കയറുള്ളൂ. അവന്റെ കാര്യത്തിലേക്ക് പ്രത്യേകമായി അള്ളാഹു താല നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് സാങ്ഷൻ വരണം, ആ സമയത്ത് ഇത് കയറുന്നുള്ളൂ. അത് കയറിയില്ല എങ്കിൽ ഉറപ്പിക്കാൻ പറ്റും ഞാനൊരു മൂമിനല്ല എന്നുള്ളത്. നരകവാസിയെന്ന് ഉറപ്പിക്കാൻ പറ്റും, കയറിയാലോ നേരെ തിരിച്ച് സ്വർഗവാസിയെന്ന് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ കയറി കഴിഞ്ഞ കൽബുകൾക്ക് പറയുന്ന പേരാണ് കൽബുൽ സലീം എന്നുള്ളത്, സലീമായ കൽബ്. അതിനു മുമ്പുള്ള കൽബിന്റെ അവസ്ഥയാണ് കൽബുൽ സനോബർ എന്നുള്ളത്, സനോബറായ കൽബ്. ഇല്ലാമന്നത്താബി കൽബിൻ സലീം എന്ന് പറയുന്നത് ഈ കൽബിനെ കുറിച്ചാണ്. ഈ കൽബ് കൊണ്ട് ചെന്നവരൊഴികെ എല്ലാവരും നാശത്തിലാണ്, നഷ്ടത്തിലാണ്. യോമലായംഫവും വലാബനൂന്, സ്വത്തോ സന്താനങ്ങൾ ഉപകരിക്കപ്പെടാത്ത ദിവസം ഉപകരിക്കപ്പെടുന്ന എന്താണ്? കൽബുൽ സലീം മാത്രമാണ്. ഇതാണ് ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം. ഇത് നേടിയവരോടാണ് നിസ്കാരം ചോദിക്കുന്നത്, അതിനു മുമ്പല്ല. അസ്സലാമു അലൈക്കും.